അല്ലു അർജുൻ ഫ്ലവർ അല്ല, ഫയറാണ്. രേവന്ത് റെഡ്ഡിയും പവൻ കല്യാണും ഒരുപോലെ ഭയക്കുന്നു. അല്ലുവിനെ റാഞ്ചാൻ BJPയും രംഗത്ത്. ജയിലിൽ നിന്ന് പുറത്തു വന്ന അല്ലു അർജുൻ ഇനി രാഷ്ട്രീയ കളരിയിലേക്ക്. പുഷ്പ 2 കണ്ടതെല്ലാം സത്യമാകുമോ? എതിരാളികൾക്ക് നെഞ്ചിടിപ്പ്. പുഷ്പ 2 സിനിമ പ്രദർശനവുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ ആ സിനിമയിലെ ഹീറോ ആയ അല്ലു അർജുൻ അറസ്റ്റിലാവുകയും ഒരു രാത്രി മുഴുവൻ ജയിലിൽ കഴിയുകയും ചെയ്തു. അല്ലു അർജുൻ തിയേറ്ററിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്നപ്പോഴുണ്ടായ തിരക്ക് ആളുകളുടെ ജീവൻ അപായപ്പെടുത്തുന്നതിലേക്ക് വഴിയൊരുക്കിയെന്നാണ് പോലീസ് ഭാഷ്യം. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച സിനിമയുടെ പ്രമോഷനും മറ്റുമായി നടനും നടിയും ഉൾപ്പെടുന്ന സംഘം ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് പുതുമയല്ലാത്ത ഈ കാലത്ത് തിയേറ്ററിലേക്ക് കുടുംബത്തോടൊപ്പം എത്തിയ അല്ലു അർജുനെ ഒരു കൊലക്കേസ് പ്രതിയെ പോലെ തെലങ്കാന പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും ജാമ്യം അനുവദിച്ചിട്ടും ഒരു രാത്രി മുഴുവൻ ജയിലിൽ കിടത്തിയതും എന്തിനാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അല്ലു അർജുൻ ഒരു സാധാരണ സിനിമാ നടനല്ല. അയാൾ ഒരു ഫയർ ആണെന്ന് തെലങ്കാനയിലെയും ആന്ധ്രയിലെയും സർക്കാരിനെ നയിക്കുന്നവർക്ക് ബോധ്യമുള്ളത് തന്നെ കാരണം. ആന്ധ്രയും തെലങ്കാനയും 2 സംസ്ഥാനമായെങ്കിലും സിനിമാ ലോകം തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. 2 സംസ്ഥാനങ്ങളിലും വലിയ ഫാൻ ബേസ് ഉള്ള താരമായി അല്ലു അർജുൻ മാറിയത് പലരുടെയും ഉറക്കം കെടുത്തിയിട്ടുണ്ട്. പുഷ്പ 1 പാൻ ഇന്ത്യൻ വിജയത്തിന് ശേഷമാണ് അല്ലു അർജുൻ ഒരു ഫയറായി മാറിയത്. പുഷ്പ 2 വലിയ വിജയത്തിലേക്ക് മുന്നേറുകയാണ്. സിനിമയുടെ ഇതിവൃത്തവും രാഷ്ട്രീയമാണെന്നത് ശ്രദ്ധേയം. രക്തചന്ദന മാഫിയ തലവനായ പുഷ്പരാജ് ഒരു സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമായി മാറുന്നതാണ് പുഷ്പ 2 പ്രമേയം. ഭാര്യയുടെ ഇഷ്ടം സാധ്യമാക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയെ മാറ്റാൻ ഒരുമ്പെടുന്ന പുഷ്പരാജ് പോലീസ് സേനയെ ഒരു രാത്രി കൊണ്ട് വിലക്കെടുക്കുന്നതും സിനിമയിലുണ്ട്. തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയും സർക്കാരുമായി ഊഷ്മള ബന്ധത്തിലല്ല അല്ലു അർജുൻ. വേണമെങ്കിൽ അവിടങ്ങളിലെ രാഷ്ട്രീയത്തെ മറിച്ചിടാൻ പോകുന്ന നീക്കങ്ങൾ ഭാവിയിൽ അല്ലു അർജുൻ നടത്തിയേക്കാം എന്ന സൂചന പോലും പുഷ്പ സീരീസ് നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ അല്ലു അർജുന്റെ അറസ്റ്റ് തെലുങ്ക് രാഷ്ട്രീയത്തെയും ബാധിക്കും. തെലങ്കാനയിൽ പ്രതിപക്ഷത്തുള്ള BRSഉം BJPയും അല്ലു അർജുന്റെ അറസ്റ്റിനെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിനൊപ്പം ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയവും കലങ്ങിമറിയും. അല്ലുവിന്റെ അറസ്റ്റ് നടന്നത് ഹൈദരാബാദിലാണെങ്കിലും 2 സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയത്തെയാണ് ഇത് ബാധിക്കുക. 2ഇടത്തും വലിയ ഫാൻ ബേസ് ഉള്ള അല്ലുവിന്റെ ഇനിയുള്ള നീക്കങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്. ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിൽ നിന്നുള്ളവരാണ് അല്ലു രാമലിംഗയ്യയുടെയും കൊനിഡേല വെങ്കട് റാവുവിന്റെയും പൂർവികർ. എഴുത്തുകാരനായ കൊനിഡേല വെങ്കട് റാവുവിന്റെ മക്കളാണ് നടന്മാരായ ചിരഞ്ജീവിയും നാഗേന്ദ്ര ബാബുവും പവൻ കല്യാണും. നടനും എഴുത്തുകാരനുമായ അല്ലു രാമലിംഗയ്യയുടെ മകളായ സുരേഖയെയാണ് ചിരഞ്ജീവി വിവാഹം ചെയ്തത്. അന്നു മുതൽ 2 കുടുംബങ്ങളും ബന്ധുക്കളായി. സുരേഖയുടെ സഹോദരൻ അല്ലു അരവിന്ദിന്റെ മക്കളാണ് അല്ലു അർജുനും അല്ലു സിരീഷും. എന്നാൽ രാഷ്ട്രീയപരമായി പവൻ കല്യാണും അല്ലു അർജുനും ശത്രുതയിലാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ അല്ലു അർജുൻ YSR കോൺഗ്രസ് സ്ഥാനാർത്ഥി ശില്പ രവിയെ പിന്തുണച്ചതായിരുന്നു ഇതിന് കാരണം. ആന്ധ്രയിലെ NDA വിജയത്തിൽ പ്രധാനിയായി മാറിയത് പവൻ കല്യാണായിരുന്നു. അല്ലു പിന്തുണച്ച YSR കോൺഗ്രസിനെ തോൽപ്പിച്ച് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി വന്നു. ആന്ധ്രയിൽ YSRനെ പിന്തുണയ്ക്കുന്ന അല്ലുവിന് കോൺഗ്രസിൽ നിന്നും ശത്രുതയുണ്ട്. കാരണം YSR കോൺഗ്രസ് അധ്യക്ഷനായ ജഗൻ മോഹൻ റെഡ്ഡിയുടെ എതിരാളിയും സഹോദരിയുമായ YSR ഷർമിളയാണ് ആന്ധ്ര കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി സർക്കാരിനെയും ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിനെയും ഒരുപോലെ എതിർചേരിയിൽ നിർത്തുന്ന അല്ലു അർജുന് വേണ്ടി കേന്ദ്ര സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നു. ക്രിയാത്മക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസിന് ബഹുമാനമില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അല്ലു അർജുന്റെ ഭാര്യ സ്നേഹ റെഡ്ഡി ആവട്ടെ തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡിയുടെ അടുത്ത ബന്ധുവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ടി പ്രചാരണം നടത്താതെ അല്ലു മാറി നിന്നത് രേവന്ത് റെഡ്ഡിയെ ചൊടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചുകാലമായി തെലുങ്ക് സിനിമാ ലോകത്തെ വരുതിയിലാക്കാൻ രേവന്ത് റെഡ്ഡി ശ്രമിക്കുന്നുണ്ട്. സിനിമാ കമ്പനികൾ മുഖേന വൻ പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായം നൽകാമെന്ന ക്ഷണം അല്ലു നിരസിച്ചത് രേവന്ത് റെഡ്ഡിക്ക് പകയായി മാറിയെന്നും ശ്രുതിയുണ്ട്. അവസരം ലഭിച്ചപ്പോൾ രേവന്ത് പണി കൊടുത്തുവെന്നാണ് അല്ലു ഫാൻസ് പ്രതികരിക്കുന്നത്. അല്ലുവിന്റെ ഭാര്യ തന്റെ ബന്ധുവായിട്ടും നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്നതാണ് രേവന്ത് റെഡ്ഡി സ്വീകരിച്ച നിലപാട്. പോലീസുകാർ അവരുടെ ജോലിയാണ് ചെയ്തതെന്നും നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും രേവന്ത് റെഡ്ഡി പറയുന്നു. പുഷ്പ 2 പോലീസുകാരെ വിലക്കി വാങ്ങുന്ന പുഷ്പരാജ് കളിക്കാൻ അല്ലു അർജുന് കഴിയില്ലെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് രേവന്ത് റെഡ്ഡി നൽകിയതെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു.
അല്ലു അർജുന്റെ അറസ്റ്റ് വിവാദമായതോടെ തെലങ്കാന സർക്കാരിനെതിരെ BJP അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും വിവിധ സിനിമാ താരങ്ങളും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് രേവന്ത് റെഡ്ഡി പോലീസ് നടപടിയെ ന്യായീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തത്. അല്ലു അർജുൻ വെറുതെ സിനിമ കണ്ട് ഇറങ്ങിപ്പോവുകയല്ല ചെയ്തതെന്നും സിനിമ കാണാനെത്തിയവരെ വാഹനത്തിന് പുറത്തിറങ്ങി അഭിവാദ്യം ചെയ്തുവെന്നും രേവന്ത് റെഡ്ഡി പറയുന്നു. സന്ധ്യ തിയേറ്ററിലെത്തിയ ജനങ്ങളെ നിയന്ത്രിക്കാനായി പോലീസുകാരെയും വിന്യസിച്ചിരുന്നു. അല്ലു അർജുൻ കാറിന്റെ സൺറൂഫ് തുറന്ന് ആൾക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തതോടെയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായത്. അല്ലുവിന്റെ ഭാര്യ സ്നേഹ റെഡ്ഡി തന്റെ ബന്ധുവാണെങ്കിലും നിയമത്തെ മറികടന്നൊന്നും താൻ ചെയ്യാൻ തയ്യാറല്ലെന്നായിരുന്നു രേവന്ത് റെഡ്ഡി പറഞ്ഞത്. താൻ നിയമത്തെ അനുസരിക്കുന്നവരാണെന്നും ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബത്തിനൊപ്പമാണ് താനെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി. പുഷ്പ 1 അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് അല്ലു അർജുന് നൽകിയത് BJPയുടെ രാഷ്ട്രീയ നീക്കമായി നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. പുഷ്പ 2 ഇറങ്ങിയപ്പോൾ കടുത്ത കേന്ദ്ര സർക്കാർ വിമർശകനായ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അല്ലുവിനെ പിടിച്ച് ജയിലിലിട്ടു. ഇത് തെലുങ്ക് സിനിമയിലെ നാടകീയതകളെ വെല്ലുന്ന തെലുങ്ക് രാഷ്ട്രീയമാണ്. അല്ലു അർജുൻ എന്നാൽ ഫ്ലവർ അല്ല, ഫയർ ആണെന്ന് തെളിയിക്കുന്നു ഈ അറസ്റ്റും ജയിൽവാസവും. ഇപ്പോഴിതാ ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടും ചഞ്ചൽഗുഡ ജയിലിൽ അധികൃതർ തന്നെ അന്യായമായി തടവിൽ വെച്ചു എന്ന് ചൂണ്ടിക്കാട്ടി അല്ലു അർജുൻ കോടതിയെ സമീപിക്കാൻ പോകുന്നു. അല്ലു പോരാട്ടം തുടങ്ങുന്നുവെന്ന് സാരം. അതുകൊണ്ട് പുഷ്പയുടെ 3ാം ഭാഗത്തിനെന്ന പോലെ കാത്തിരിക്കൂ തെലുങ്ക് രാഷ്ട്രീയത്തിലെ പുത്തൻ സംഭവ വികാസങ്ങൾക്ക്.